3 വർഷത്തിനുള്ളിൽ 200-ലധികം ചിത്രകലാ ക്യാമ്പുകൾ കേരളത്തിനകത്തും പുറത്തുമായി ഒറ്റയ്ക്ക് സംഘടിപ്പിച്ച ചിത്രകാരി. കൊൽക്കത്തയിൽ നടന്ന ദിഘ ആർട്ട് ഫെസ്റ്റിവലിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഏക ചിത്രകലാ വനിത. കോവിഡ്-19 കാലഘട്ടത്തിലെ വേദനയും അതിജീവനവും ചിത്രകലയിലൂടെ അറിയാൻ ആർക്കോവി-90 എന്ന പേരിൽ പെയിൻറ്റിംഗ് എക്സിബിഷൻ പരമ്പര തുടർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരി. സമൂഹത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി ചിത്രം വരയ്ക്കുന്ന ഫോറിൻറ്റോ ദീപ്തി തൻ്റെ ബ്രഷുകൾ സഹജീവികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പടവാളുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ ഈ ചിത്രകാരി കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും നിരവധി ആർട്ട് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, ആർട്ട് വർക്ക്ഷോപ്പുകൾ, പെയിൻറ്റിംഗ് എക്സിബിഷനുകൾ എന്നിവ സംഘടിപ്പിക്കുകയും അനവധി ചിത്രകലാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ അന്താരാഷ്ട്ര പെയിൻറ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവാർഡുകൾ നേടുകയും ചെയ്തിട്ടുള്ള ഈ കലാപ്രവർത്തക കേരളത്തിൻ്റെ ഒരു അഭിമാന താരമാണ്. നിഗൂഢതകളിറങ്ങിയ താന്ത്രിക് പെയിൻറ്റിംഗ് ശൈലിയിലാണ് കൂടുതൽ ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറി നടത്തിവരുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പെയിൻറ്റിംഗ് എക്സിബിഷനുകളിലെ സജീവ സാന്നിധ്യമാണ് ഫോറിൻറ്റോ ദീപ്തി. കേരള ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള ഈ കലാകാരി ഫോറിൻറ്റോ ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. കേരള ചിത്രകലാ ചരിത്രത്തിൽ എന്നും ഓർക്കേണ്ട ഒരു ചിത്രകാരിയാണ് ഫോറിൻറ്റോ ദീപ്തി.